സിബിൻ ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാളാണ്. ഇറങ്ങിയ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഭയങ്കരമായപ്പോഴേ എനിക്ക് 2 പെഗ് വേണം എന്നുള്ള രീതിയിൽ അവിടെ അലമുറയിട്ട് വിളിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു വലിയ ബോംബ് പൊട്ടിക്കും, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ മറ്റത് ചെയ്യും, മറിച്ച് ചെയ്യും. സിബിൻ അത്തരത്തിലൊരു പ്രശ്നമാണെങ്കിൽ അതിന് കേസ് ഫയൽ ചെയ്യണം. ഒരു ആരോപണമല്ല നടത്തേണ്ടത്, അതൊരു ചെറിയ കാര്യമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അഖിലിൻ്റെ അടുത്ത് മാത്രം വരുന്ന സ്ത്രീകളായിരുന്നു എനിക്ക് അറിയത്തില്ല. ഒമർ ലുലുവിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസിനെ കൊണ്ടുവന്ന് അഖിൽ പറഞ്ഞ അപരാധമായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ പ്രതികരിച്ചതിൻ്റെ പേരിൽ ചേച്ചി പ്രതികരിച്ചപ്പോൾ മനസ്സിലായി ചേച്ചിയാണ് കിടന്നു കൊടുത്തതെന്ന്. അല്ല, അഖിൽ വെറുതെ ഒരു തള്ളലിന് വേണ്ടി പറഞ്ഞൊരു സാധനമാണ്. ഏത് യുവനടിയെ രംഗത്ത് വന്നത് എനിക്കിത് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ആരാ വന്നത്? ജാസ്മിനെതിരെ ഉന്നയിച്ച ആ ഒരു വിഷയത്തിൽ ജാസ്മിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത്. അവിടെ പുറത്തുള്ള ആളിനെ മറന്നു. കൃത്യമായി പറയാം, അവിടെ ചതിച്ചു എന്ന് പറഞ്ഞാലും അതിനെ ഞാൻ മനസ്സിലാക്കും. ജാസ്മിൻ ഉൾപ്പെടുന്ന പേഴ്സണൽ ചാറ്റ് പബ്ലിഷ് ചെയ്ത ഒരാളാണ് പുറത്ത് നിൽക്കുന്ന ജാസ്മിൻ്റെ ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്ന് പറയുന്നത്. ഇപ്പം ഗബ്രി ജാസ്മിൻ കോംബോയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ആക്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഗബ്രി അടിപൊളി ഒരു പ്ലെയറാന്ന് പറയും, ജാസ്മിനും അടിപൊളി ഒരു പ്ലെയറാന്ന് പറയും. ഇവരൊക്കെ ഇവളെ വിറ്റാ തിന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അന്നം കൊടുത്തവള് വിന്നറാവണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിട്ട് വന്നേക്കും. ദിയാസന ചെയ്യുന്ന ആക്ടിവിസം എന്താണെന്ന് അറിയാം. ഞാൻ 16 കൊല്ലമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സിബിനി ട്രിവാൻഡ്രത്തെ ക്ലബ്ബുകളിലൊക്കെ DJ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വീക്കെൻഡ് പാർട്ടികൾക്കൊക്കെ പോകുമല്ലോ, ആ സമയത്തൊക്കെ കണ്ടൊരു സിബിന് ദിയാസനെ അറിയുള്ളൂ. ദിയ ശരിക്കും ജാസ്മിൻ്റെ PR വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടോ? കാശൊന്നും തരാതെ ഞാനൊരു പണിയും ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് അതിനുള്ള സമയവുമില്ല. ഇന്റർവ്യൂ ഒന്ന് ദയവായി ഇറങ്ങിപ്പോകരുത് ചേട്ടാ. കാശ് എന്ന് ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയാൽ ഞാൻ ഇറങ്ങിപ്പോവും. ദിയ സനയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ദിയ. ദിയ, എനിക്ക് ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഇന്റർവ്യൂ ഒന്ന് ദയവായി ഇറങ്ങിപ്പോകരുത്. എന്താണ് ശരിക്കും ദിയ സംഭവിച്ചത്? ചേട്ടാ, കാശ് എന്ന് ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയാൽ ഞാൻ ഇറങ്ങിപ്പോവും. ഇന്റർവ്യൂകളിലൊക്കെ ഇരുന്ന് സംസാരിക്കും. ഞാൻ ഇരുന്ന് സംസാരിക്കും. അപ്പൊ ഇതിൽ ഇരുന്ന് സംസാരിച്ചാൽ മതി. അല്ല, അത് ഒരു ചെറിയൊരു പ്രാങ്ക് പോലെ ഒരു സംഭവമായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് ആരും കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. തിരിച്ചു വന്നിട്ട് ഹോസ്റ്റ് ചെയ്ത പയ്യനെ ഞാൻ ഉമ്മ വെച്ച് ഞാൻ അവനെ ഷേക്ക് ഹാൻഡ് കൊടുത്ത് സ്നേഹപ്രകടനങ്ങൾ നടത്തിയിട്ട് അവിടെ ഇരുന്ന് വീണ്ടും ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. ഉമ്മ വെക്കുമ്പോൾ ക്യാമറയിൽ കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി രണ്ടാമതൊരു ഉമ്മയും കൂടെ കൊടുത്തു. പക്ഷേ എല്ലാവരും പറഞ്ഞായിരുന്നു, എന്നാലും ആ കൊച്ചിനെ അവൻ്റെ കൺസെൻറ്റോടെ ആയിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞു ചേച്ചി നന്നായിട്ട് ഉമ്മ വെച്ചോളൂ. പക്ഷേ അതിനകത്ത് ചോദിച്ചതും പറഞ്ഞതും പ്രോക്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജാസ്മിനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ജാസ്മിൻ ഈ ബിഗ് ബോസിനകത്ത് വന്നപ്പോൾ കേട്ടിട്ടുള്ള 2 ആരോപണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ടോയ്ലറ്റിൽ ചെരുപ്പിടാതെ പോകുന്ന ഒരാളെന്നുള്ള രീതിയിൽ ജാസ്മിനെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ അത് അയാളുടെ രീതിയായിരിക്കാം, പക്ഷെ അത് വിമർശിക്കപ്പെടുന്നുണ്ട്. രണ്ടാമതാണ് ഈ ചായയിൽ തുമ്മൽ വീഴുന്ന ഒരു വിഷയം വരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് അയാൾ ചെയ്ത ആക്ട് ആവുന്നിടത്താണ് വിമർശിക്കപ്പെടുന്നത്. അതേ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്താണ് ദിയ ഉടക്കിയതെന്നുള്ളതാണ് ഈ കമൻറ്റ് ബോക്സിൽ കൂടുതലും വന്നിരിക്കുന്നത്. ആ വീഡിയോയിലും എവിടെയൊക്കെയോ ഇങ്ങനെ തെന്നി ദിയ അയാളോട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഉണ്ടായത്. ആക്ച്വലി എന്താണ് പ്രൊവോക്ക് ചെയ്തത് ആ സമയത്ത്? അല്ല, ആക്ച്വലി അതൊരു കോട്ടിംഗ് ആയിരുന്നു. നമ്മളത് ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ് വെച്ച് കമ്മ്യൂണിക്കേഷൻ നടന്നതായിരുന്നു. പക്ഷേ എക്സാക്റ്റ് നമ്മളൊരു വിഷയം പറയുമ്പം സാധാരണ നമ്മളെ ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വിഷയത്തെ കൃത്യമായി എടുക്കാതെ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിലവിൽ ഈ ഹൈജീനിക് വിഷയം എന്ന് പറയുന്നത് ഒരു ബാഡായിട്ടുള്ള ഹാബിറ്റ് തന്നെയാണ്. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. പക്ഷെ നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പം ഞാൻ ഇതിനെ ഈ ഹൈജീനിക്കിനെ ന്യായീകരിച്ചു എന്നുള്ള രീതിയിലേക്കാണ് അത് കൊണ്ടുവന്നത്. ഇപ്പം ജാസ്മിൻ്റെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ ജാസ്മിൻ എന്താ പറയുക ശ്രദ്ധിക്കാതെയൊക്കെ ചെയ്യുന്ന ആക്ടുകൾ നമ്മളും ജീവിതത്തിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഇപ്പം രജനി ചേട്ടൻ പറഞ്ഞതുപോലെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് വിമർശിക്കപ്പെടുന്നത്. ആ വിമർശിക്കപ്പെടുന്നിടത്ത് തന്നെയാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ അതിനെ ആക്രമിക്കുന്ന തരത്തിലേക്കും സൈബർ ബുള്ളിങ്ങിൻ്റെ എക്സ്ട്രീം വേർഷനിലൊക്കെ പോകുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും ഫണ്ണി ആയിട്ടൊക്കെ പല സാധനങ്ങളും കാണാറുണ്ട്. അപ്പം അത് ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോഴും അതിനെ ന്യായീകരണമെന്ന് പറയും. പലതരത്തിൽ ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ തന്നെ കോമഡി ആയിട്ട് അവതരിപ്പിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. ആളുകളിരുന്ന് ചിരിക്കും അതിനൊക്കെ. അപ്പോൾ അതിനൊക്കെയും പിന്നീട് വിമർശനങ്ങളായിട്ടൊക്കെ വരാറുണ്ട്. പക്ഷെ അത്രത്തോളം എക്സ്ട്രീം ലെവലിൽ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു റിയാലിറ്റി ഷോ തന്നെ ആയതുകൊണ്ടും ഇവിടെ ഒരു സ്ത്രീയാണ് ഇത് ചെയ്തതുകൊണ്ടും ഒബ്വിയസ്ലി ആ സ്ത്രീ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്.
അവരുടെ കരിയറിനെ തന്നെ ഇനി കണ്ടിന്യൂ ഒരു പൗഡർ പോലും ഇട്ടുകൊണ്ട് അവർക്ക് ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്നിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടോ എന്നറിയില്ല. അത്രമാത്രം ബുള്ളിങ്ങിലൂടെ അവരെ നശിപ്പിച്ച് കളഞ്ഞു ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് മാത്രമല്ല, അവർ നഖം കടിക്കുന്നത്, കാലിൻ്റെ നഖമൊക്കെ എടുത്തു വെച്ച് കടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റികളൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ ബൈ മിസ്റ്റേക്കുകളെ നമ്മൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ അവർ വീണ്ടും ഈ പറഞ്ഞ ബാത്റൂമിൽ അവർ ചെരുപ്പിട്ട് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പം ആ തെറ്റുകളെയൊക്കെ അവർ തിരുത്താനുള്ള ശ്രമം നടത്തുമ്പോഴും അതിനെ കാണാതെ പോയി ആക്രമിക്കുന്നിടത്താണ് വീണ്ടും വീണ്ടും നമ്മൾ ഇതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് നമുക്ക്. ഈ ദിയ ശരിക്കും ജാസ്മിൻ്റെ PR വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ PR വർക്ക് എന്ന് പറയുന്നത് കുറേ കൊട്ടേഷനൊക്കെ പിടിച്ച്, കുറേ വോട്ടുകളൊക്കെ വാങ്ങിച്ച്, കുറേ പോസ്റ്റുകളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നിരന്തരം ഷെയർ ചെയ്ത് ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് PR എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കാശൊന്നും തരാതെ ഞാനൊരു പണിയും ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അതിനുള്ള സമയവുമില്ല. എൻ്റെ ജോലികളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ ദിയാസന എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഈ PR എന്ന് പറയുന്നിടത്ത് അതിന് വേറെ നെഗറ്റീവായിട്ടുള്ളൊരു കോട്ടിലൂടെയാണ് അതിനെ കൊണ്ടുപോകുന്നത്. ഒരു 3 മാസമായിട്ട് ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെടുന്നു. ഇവിടെ കലാ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളുണ്ട്, ഇടങ്ങളുണ്ട്. ഇവിടെയൊക്കെയും പലപ്പോഴും ബുള്ളിങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊക്കെ അപ്പുറത്തേക്ക് വെറും ഒരു റിയാലിറ്റി ഷോയിൽ ഒരു പെൺകുട്ടി ചർച്ചയാകുകയും ആ പെൺകുട്ടിയെ ഇത്രമാത്രം ബുള്ളിയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദിയാസന എന്ന് പറയുന്ന സ്ത്രീ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചുള്ളൊരു ആരോപണം ഇപ്പോൾ സിബിൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ജാസ്മിന് വേണ്ടിയിട്ട് ഒരു നീണ്ട കുറിപ്പ് ദിയ എഴുതിയിട്ടുള്ളത് ഞാൻ ഈ അടുത്ത് വായിച്ചായിരുന്നു. അതായത് ജാസ്മിൻ്റെ ബിഗ് ബോസിനുള്ളിലെ പെരുമാറ്റം എന്താണെന്ന് വിലയിരുത്തിക്കൊണ്ട് ജാസ്മിനെയും മറ്റ് കണ്ടസ്റ്റൻറ്റുകളെയും താരതമ്യം ചെയ്തുകൊണ്ടൊക്കെ എഴുതുന്നതാണ്. പക്ഷേ ഈ പറയുന്ന കുറിപ്പിലൊക്കെ ജാസ്മിൻ ചെയ്ത ചില കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ചില നെഗറ്റീവ്സിനെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുറിപ്പ് നീളത്തിൽ എഴുതുമ്പോൾ നമുക്ക് കരുതാൻ പറ്റുന്നത് ജാസ്മിന് വേണ്ടിയിട്ടാണോ ഈ കുറിപ്പ് എഴുതിയതെന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നും. രജനി ചേട്ടാ, ആക്ച്വലി ആ കുറിപ്പ് എഴുതിയത് ഞാനല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുറിപ്പായിരുന്നു അത് ഞാൻ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അത് ധന്യ എന്ന് പറഞ്ഞൊരു കുട്ടി എഴുതിയതാണ്. ജാസ്മിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് എഴുതിയതാണ്. ധന്യ, രാധിക ഇവരൊക്കെ നല്ല രീതിയിൽ ഒരുമിച്ചിരുന്ന് എഴുതിയ ഒരു കുറിപ്പാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് അതിട്ടത്. ആ കുറിപ്പിനെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. അല്ലാതെ അത് ഞാൻ എഴുതിയതല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതാ, അത്രയേ ഉള്ളൂ. അതുകൊണ്ടിട്ട് എനിക്ക് ആ ഒരു കുറിപ്പിനെ കൂടുതൽ പറയാനില്ല. പക്ഷെ അത് ഒരുപാട് ആളുകൾ വായിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് ആളുകൾ അതിന് അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ്റെ നമ്മൾ ബിഗ് ബോസിലെ പെർഫോമൻസിനെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അതിന് മുമ്പ് ഈ ദിയ ചില ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഇപ്പോൾ സിബിൻ പുറത്തിറങ്ങുന്ന സമയത്ത് സിബിനുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും സിബിൻ തിരിച്ചു പറയുന്ന സമയത്തും ഒക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായ അതിരുകളിൽ നിൽക്കുന്നില്ല. ഇപ്പോൾ അത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ദിയ അവസാനം ലൈവിൽ ശുഭതയായി സംസാരിക്കുന്ന ദിയയാണ് കാണുന്നത്. ദിയ അത്ര അഗ്രസീവായി സംസാരിക്കാൻ അത്ര പ്രൊവോക്ക് ചെയ്തോ സുബിൻ? ഞാൻ തിരുവനന്തപുരത്തല്ലേ താമസിക്കുന്നത്. വളരെ പുച്ഛിച്ചിട്ട് ദിയാസന ചെയ്യുന്ന ആക്ടിവിസം എന്താണെന്ന് അറിയാം. ഞാൻ 16 കൊല്ലമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടോ എന്നെ പറ്റിയിട്ടോ ഒന്നും സിബിൻ അറിയില്ല. അത് സിബിൻ്റെ ആ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ജസ്റ്റ് എനിക്ക് തോന്നുന്നു സിബിൻ ഈ ട്രിവാൻഡ്രത്തെ ക്ലബ്ബുകളിലൊക്കെ DJ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വീക്കെൻഡ് പാർട്ടികൾക്കൊക്കെ പോകുമല്ലോ, ആ സമയത്തൊക്കെ കണ്ടൊരു സിബിന് ദിയാസനെ അറിയുള്ളൂ. അതിലപ്പുറത്തേക്ക് ദിയാസന എന്ത് പണിയെടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ല. ഒരു ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റൻറ്റ് 15 ദിവസം നിന്നൊരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് സിബിൻ നത്തിങ് ആണ്. അതേസമയം ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്നു ഞാൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന അർത്ഥത്തിൽ മാത്രമാണ് അറിയുന്നത്, പോലെയാണെന്നും പറയുന്നു. അതിലൊന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എന്നുള്ളതിന് പോലും വാല്യൂ ഇല്ല അവൻ പറയുന്നതിൽ. കാരണം അത്ര പുച്ഛിച്ചിട്ടാ സംസാരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ആലോചിക്കേണ്ടത് ഇവരൊക്കെ തുടങ്ങി വെക്കുന്നതിന് മുമ്പേ ഒന്ന് തുടങ്ങി വെച്ച മനുഷ്യരുടെ കൂട്ടത്തിലുള്ളതല്ലേ എന്നെങ്കിലും ആലോചിക്കണം. അന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതെന്നുള്ള ആലോചിക്കണം. എന്തായാലും അതൊരു പുറത്തുള്ള ഒരാളെന്നുള്ള നിലവിലൊന്നിലുമല്ല, ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള ലേബലിൽ തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ അയാളുടെ ആ ഒരു പുച്ഛം എന്ന് പറയുന്നത് എന്നെ വളരെ മോശക്കാരിയാക്കുന്ന തരത്തിലുള്ളൊരു പുച്ഛമായിരുന്നു. എനിക്ക് ശരിക്കും സിബിൻ്റെ വർത്തമാനത്തിൽ നിന്ന് പ്രൊവോക്ക് ആവുന്ന റീസൺ മറ്റൊരു കാര്യമല്ല.
ഇപ്പോൾ PR എന്ന് പറഞ്ഞ് സംസാരിച്ച സാധനമോ ഇതോ അതിനൊക്കെ ഞാൻ സർക്കസിച്ചിട്ടാണ് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ തമാശ കലർന്ന രീതിയിലാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ ഇവിടെ ഈ ഒരു പോയിന്റ് പറയുന്നിടത്ത് അയാൾ എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്നെപ്പറ്റി എന്താണ് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? എവിടെയും ഒരു സ്ത്രീ പ്രതികരിക്കുന്ന സമയത്ത് അവൾ വളരെ വൃത്തികെട്ടവളും മോശക്കാരിയും തെറ്റുകാരിയും എന്ന് പറയുന്നിടത്താണല്ലോ ഒരു പെണ്ണിനെ ആക്രമിക്കാൻ പറ്റുന്നത്. പണ്ട് കാലത്ത് ഇവൾ വിഡിയാണ് എന്ന് പറഞ്ഞായിരുന്നു ആക്രമിച്ചുകൊണ്ടിരുന്നത്. അതുപോലത്തെ ഒരേ പാറ്റേണിൽ വിളിച്ചുകൊണ്ടാണ് ഇവരുടെയൊക്കെ വർത്തമാനത്തിൻ്റെ രീതികൾ വരുന്നത്. ആ ഇടത്തൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ചേട്ടാ. കാരണം ആത്മാഭിമാനം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇവർക്ക് എവിടെ നിന്ന് ആത്മാഭിമാനം എന്ന് ചോദിക്കുന്നിടത്ത് അത് ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നത് കൊണ്ടിട്ട് നമുക്കത് മനസ്സിലാവുന്നത് പോലെ ഇല്ലാത്ത മനുഷ്യർക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിന് ഭൂരിപക്ഷം വന്ന് കൊട്ടിഘോഷിച്ചാലും ഞാൻ സ്ത്രീ ആയതിൻ്റെ പേരിലാണ്. ഞാൻ ഈ പ്രതികരിക്കുന്ന സാധനം ഞാനൊരു പുരുഷനായി നിന്നുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് സംസാരിച്ചെങ്കിൽ എനിക്ക് കിട്ടുന്ന സ്വീകാര്യത എന്തെന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം. ഈ 16 കൊല്ലമായിട്ട് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടിട്ട് എനിക്ക് ഈ പറഞ്ഞ ഇതൊന്നും നത്തിങ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ബിഗ് ബോസിൽ നിന്ന് സിബിൻ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തിരുന്ന് കരയുന്ന മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് കരുതുന്നു. അത് കഴിഞ്ഞിട്ട് സിബിൻ പുറത്തിറങ്ങുമ്പോൾ പറയുന്ന കഥ അതായിരുന്നില്ല. അയാൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുറത്ത് പ്രഷറൈസ് ചെയ്ത് പുറത്തേക്ക് വിട്ടു എന്നുള്ള അർത്ഥത്തിലാണ് സിബിൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ദിയ പറയാൻ ഇപ്പം ദിയയുടെ ഒരു വാചകത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിനകത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഗുളിക ഫോഴ്സ്ഫുള്ളി കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്. ദിയ ശരിക്കും ആ സിബിൻ്റെ പുറത്താകൽ എങ്ങനെയാണ് മനസ്സിലാക്കണേ? ചേട്ടാ, ഒന്നാമത്തെ കാര്യം അവിടുത്തെ മെഡിക്കൽ ടീം എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു ടീമാണ്. നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ്റെ എല്ലാ ആക്സസും അവർ പരിശോധിച്ചിട്ടാണ് നമ്മൾ അകത്ത് വിടുന്നത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന തലകറക്കങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ടാസ്കിൽ വരുന്ന കാല് കൈയൊക്കെ മുറിയുന്ന സാഹചര്യങ്ങൾ, ഇതിനൊക്കെ ഫസ്റ്റ് എയ്ഡഡ് ആയിട്ടാണ് അവർ സാധാരണ അതിനുള്ളിലുള്ള ഡോക്ടേഴ്സ് വരുന്നത് നമ്മളടുത്ത്. അതിലപ്പുറത്തേക്ക് നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഒരിക്കലും നമുക്ക് അവിടെ നിന്നൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഒരാളുടെ ഹെൽത്തിന് വേണ്ടാത്തൊരു കാര്യം അവർ ചെയ്താൽ അയാളുടെ ഹെൽത്തിനെ ബാധിക്കില്ലേ? അപ്പോൾ അവർക്ക് വല്ല സംഭവിച്ചു പോയാൽ അവർ സമാധാനം പറയേണ്ടി വരില്ലേ? അപ്പോൾ അത്ര പോലും ബുദ്ധിയും ബോധവും ഇല്ലാതെയാണ് ഇവരിവിടെ വന്ന് ആരോപണം നടത്തുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, സിബിൻ ഇറങ്ങുന്ന സമയത്ത് സിബിൻ്റെ കയ്യിലല്ലായിരുന്നു സിബിൻ്റെ മൈൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം അവസ്ഥകളിലൂടെ സിബിൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലും ഞാൻ അറിഞ്ഞ കാര്യം, സിബിന് വിട്രോവൽ സിൻഡ്രോം തുടങ്ങി. അവിടെ നിന്ന് സിബിൻ ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാളാണ്. ഇറങ്ങിയ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഭയങ്കരമായപ്പോഴേ എനിക്ക് 2 പെഗ് വേണം എന്നുള്ള രീതിയിൽ അവിടെ അലമുറയിട്ട് വിളിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, ഞാൻ അറിഞ്ഞ കാര്യമാണ് പറയുന്നത്. പക്ഷേ എന്നിട്ട് ഞങ്ങളത് സംസാരിക്കാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷനാണ്, മനുഷ്യൻ്റെതാണ്, അവസ്ഥകളൊക്കെ പലതരത്തിലുള്ളൊരിതാണ്. പക്ഷേ ഇവരിവിടെ വന്നിരുന്ന ഒരു സ്ത്രീയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ അവർ എന്താണെന്നറിയാം, ആക്ടിവിസം എന്ന് പറയുന്ന ലേബലിൽ അവരെന്തൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഇയാളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇത് കർമ്മയൊക്കെയാണ്. ഇത് അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് അയാൾ തിരിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകളായിട്ട് എല്ലാ ചാനലിൻ്റെയും മുന്നിൽ വന്നിരുന്ന അയാൾ പറയുന്നുണ്ട്, പിന്നെ ഞാനൊരു വലിയ ബോംബ് പൊട്ടിക്കും, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ മറ്റത് ചെയ്യും, മറിച്ച് ചെയ്യും. ഞങ്ങളൊരു 10-47 പേപ്പറുള്ളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ആ കമ്പനിക്ക് എന്തും ചെയ്യാനുള്ള അതോറിറ്റി റൈറ്റും ഉണ്ട്. നമ്മൾ ജനങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അവരുടെ ഷോയുടെ നിലനിൽപ്പിന് വേണ്ടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അതിലപ്പുറത്തേക്ക് 47 പേജുള്ള ഈ എഗ്രിമെൻറ്റ് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അകത്ത് പോകുമ്പോഴത്തേക്കും അവർ വന്നിട്ട് ആകെ പറയാൻ പറ്റുന്ന അവരുടെ ജീവന് പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം. ബാക്കിയൊന്നും അവർക്ക് ആരോപിക്കാൻ പറ്റില്ല, കാരണം നമ്മളെല്ലാ എഗ്രിമെൻറ്റിൽ എഴുതി കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് അത്രമാത്രം പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തില്ല? എന്തുകൊണ്ട് അയാളുടെ ഹെൽത്തിന് അയാൾ ആ സമയത്തുള്ള അയാളുടെ മെഡിക്കൽ കണ്ടീഷൻ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള നിയമ സംവിധാനത്തിൽ അയാൾ പ്രൊസീഡ് ചെയ്തിട്ടില്ല? അയാൾക്ക് വല്ലതും പറ്റിപ്പോയെങ്കിലോ, അയാൾ വല്ല ആയിപ്പോയെങ്കിലോ, അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അയാളുടെ ജീവന് വല്ല പ്രശ്നം ഉണ്ടായിപ്പോയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ ഇത്രയും വലിയൊരു ആരോപണമാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ കേസ് ഫയൽ ചെയ്തില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാളിപ്പോൾ പറയുന്ന സാധനം, അതിനകത്തുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കല്ലേ, ഇവിടെ നടന്ന പ്രശ്നങ്ങൾ പറയരുത്, ചാനലിനെയും എൻ്റെ മോളിനെയും ബാധിക്കുന്ന തരത്തിലൊന്നും പുറത്ത് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ഒബ്വിയസ്ലി അത് എഗ്രിമെൻറ്റിലുള്ള സാധനമാണ്. കാരണം നമ്മളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ചാനലിനൊന്നും ബാധിക്കരുത് എന്നുള്ളത് അവരവർ നോക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മളെ എഗ്രിമെൻറ്റിൽ ഒബ്വിയസ്ലി ഉള്ളൊരു സാധനമാണ്.
അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വലിയ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ആ റിലാക്സ് ആവാനുള്ള മെഡിസിൻ കൊടുത്തത് അത് ബൈപ്പോളാറിൻ്റെ മെഡിസിനാണ് എടുത്ത് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസുകളെടുത്തും ഇറങ്ങിയ കണ്ടസ്റ്റൻസുകളെടുത്തും മറ്റാളുകളെടുത്തും സിബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിബിൻ അത്തരത്തിലൊരു പ്രശ്നമാണെങ്കിൽ അതിന് കേസ് ഫയൽ ചെയ്യണം. ഒരു ആരോപണമല്ല നടത്തേണ്ടത്, അതൊരു ചെറിയ കാര്യമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്തരത്തിൽ അയാൾ ചെന്ന് വന്നിരുന്ന് എനിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പറയുന്നതിന് എങ്ങനെയാണ് വിശ്വസിക്കുക? കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രമേ അയാൾ സംസാരിക്കണമെന്നല്ലേ ഇത് നമ്മൾ കരുതുന്നത്. പക്ഷേ അതിന് മുമ്പ് ഇപ്പം ഒരു വിഷയം നിൽക്കുന്ന സമയത്ത് അഖിൽമാരർ ഒരു വിഷയം ഉന്നയിക്കുന്ന സമയത്താണ് സിബിൻ്റെ പുറത്താക്കൽ വരുന്നതും അഖിൽ ആ വിഷയത്തിൽ ഇടപെടുന്നതും നമ്മൾ അറ്റൻഷനിലേക്ക് കാര്യങ്ങൾ വരുന്നതും പിന്നെ സിബിൻ്റെ ബൈറ്റ്സ് പുറത്തു വരുന്നതും. ഈ അഖിൽ ഇടപെട്ട വിഷയത്തിലും ദിയാസനയും അഖിലും തമ്മിൽ ആദ്യം ഒരു സംസാരം ഉണ്ടായി. കാരണം ആ പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ദിയ നേരിട്ട് വിളിക്കുന്നു. അതിനുശേഷം പക്ഷേ ബന്ധം വഷളായി പോയും ഇപ്പം ഒമർ ലുലുവിൻ്റെ കേസിൽ വന്ന് നിൽക്കുമ്പോൾ ഒമർ ലുലുവിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കരുത്തരായി പ്രതികരിക്കുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നാണ് ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. ദിയയുടെ ഉത്തരം എന്താ? ഇതിനകത്ത് അഖിൽ വന്ന് ചോദിച്ച ചോദ്യത്തിനകത്ത് അഖിൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിന് അഖിൽ കൃത്യമായിട്ടൊരു മറുപടി തന്നിട്ടില്ല. ഓരോ ഇൻ്റർവ്യൂകളിലും പോയിട്ട് അഖിൽ സ്ത്രീകളെ കോട്ട് ചെയ്ത് പറഞ്ഞൊരു പരാമർശമാണ് ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ ബിഗ് ബോസിൽ അവർക്ക് ചാൻസ് കിട്ടിയത് മോശപ്പെട്ട രീതിയിലൂടെയാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അഖിൽ ആദ്യം പറയുന്ന, അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഖിൽ നടത്തിയ ഒരു വെറും സ്റ്റേറ്റ്മെൻറ്റ്, ഒരു അപരാധ സ്റ്റേറ്റ്മെൻറ്റാണ്. അല്ലാതെ അതിനൊരു തെളിവോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു കേസോ ഇതൊന്നും രജിസ്റ്റർ ആവാതെ അഖിൽ സ്വന്തമായിട്ട് അഖിലിന് തോന്നുന്ന പോലെ അല്ലെങ്കിൽ അഖിലിന് ആരോ പറഞ്ഞു എന്ന് പറയുന്നത് പോലെ അഖിൽ പറയുമ്പോൾ അത് ബാധിക്കപ്പെടുന്ന മനുഷ്യർ. ഉത്തമ ബോധ്യം അഖിലിന് വന്നാൽ മതി, അയാൾക്കത് പറയാം. എങ്ങനെ ഉത്തമ ബോധ്യം മതി, അഖിൽ വന്നാൽ മതി, അത് അയാൾക്ക് പറയാമെന്നാണ് പറയുന്നത്. അഖിലിന് ആ ഉത്തമ ബോധ്യം വരുമ്പോൾ ബാധിക്കപ്പെടുന്നവരുണ്ട് എന്ന് അഖിലിനെ അറിയിക്കുകയാണ് ഞങ്ങൾ. അഖിൽ, നിങ്ങൾ ഈ ഉത്തമ ബോധ്യത്തോടെ അയാൾ ഒരു കാര്യം പറയാണല്ലോ, അപ്പം അഖിൽ എനിക്കിത് ബാധിച്ചു, അല്ലെങ്കിൽ സീസൺ 1 ഇന്ന കണ്ടസ്റ്റൻസുകൾ ബാധിച്ചു, 2 ബാധിച്ചു, 3 ബാധിച്ചു എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് അഖിൽ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാവണം, അല്ലേ? അഖില് ബോധത്തോടെ പറയുമ്പോഴത്തേക്കും അഖിലിനെ ഞങ്ങൾക്ക് ബാധിച്ചു എന്ന് പറയുമ്പം അഖിൽ റെസ്പോൺസിബിൾ ആയേ പറ്റത്തുള്ളൂ. അപ്പം അഖിൽ റെസ്പോൺസിബിൾ ആയത് ചില സ്ത്രീകളെന്നാക്കിയത് കൂടുതൽ പ്രശ്നത്തിലേക്കായി. ഈ ചില സ്ത്രീകൾ നീ വരുമെന്ന് പറഞ്ഞാണ് പലർക്കും ഇൻബോക്സിൽ മെസ്സേജ് വന്നതും. എനിക്ക് ആദ്യം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ പ്രതികരിച്ചതിൻ്റെ പേരിൽ ചേച്ചി പ്രതികരിച്ചപ്പോൾ മനസ്സിലായി ചേച്ചിയാണ് കിടന്നു കൊടുത്തതെന്ന്. ഈ രീതിയിൽ പല തരത്തിലാണ് വന്നിട്ട് ഇൻബോക്സിലൊക്കെ. എൻ്റെ ഇപ്പോഴും എൻ്റെ മെസ്സേജുകൾ കിടപ്പുണ്ട്. എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ മൊത്തം അതാണ്. അപ്പം അഖിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ബാധിച്ചു. വേറൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് ചെന്ന് കൊടുത്തപ്പം അവസാനം അഖിൽ പറയുകയാണ് സീസൺ 5 അല്ലാന്ന്. എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ഓരോ ഇടത്തും ഈ സ്റ്റേറ്റ്മെൻറ്റിനെ അഖിൽ വളച്ചൊടിച്ച് ഇതാക്കാൻ ശ്രമിക്കുന്നിടത്ത് നമുക്ക് പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. ഇതുവരെയ്ക്കും അതിനകത്ത് നിന്ന് നമുക്കൊരു മുക്തി കിട്ടിയിട്ടില്ല. ആ ഇടത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഒമർ ലുലുവിനെതിരെ കേസ് കൊടുത്ത ഒരു സ്ത്രീ ഉണ്ട്. അത് കേസാണ്, കോടതിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസിനെ കൊണ്ടുവന്ന് അഖിൽ പറഞ്ഞ അപരാധമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് രണ്ടാണ്. അതിനകത്ത് എനിക്ക് ഒപ്പീനിയൻ ഉണ്ട്. ആ ഒപ്പീനിയൻ ഞാൻ സംസാരിച്ചിട്ടില്ല. അത് പർപ്പസായിട്ട് ഇപ്പം സംസാരിക്കാത്തത് റീസൺ എന്തെന്ന് വെച്ചാൽ അഖിൽ ഇതുവരയ്ക്കും നമുക്കുണ്ടായ അപമാനത്തിൽ ഇപ്പം രജനി ചേട്ടാ, എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റും എൻ്റെ ആത്മാഭിമാനമാണ് എൻ്റെ മെയിൻ. എനിക്ക് അതിനുള്ള ആൻസർ കിട്ടിയിട്ടേ എനിക്ക് ബാക്കിയുള്ള കാര്യത്തിന് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മുഴുവൻ യുവനടി എന്ന് പറഞ്ഞപ്പം യുവനടിമാരെല്ലാവരും രംഗത്ത് വന്നിരിക്കുകയാണ്. യുവനടിമാർക്ക് മൊത്തം ഏത് യുവനടി രംഗത്ത് വന്നത്? അല്ല, അഖിൽ വെറുതെ ഒരു തള്ളലിന് വേണ്ടി പറഞ്ഞൊരു സാധനമാണ്. ഏത് യുവനടിയാണ് രംഗത്ത് വന്നത്? എനിക്കിത് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ആരാ വന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ഈ പറഞ്ഞ സിനിമയായി ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്ത്രീകൾ അവർ വെളിയിൽ വന്ന് പറയുകയും ചെയ്തു. എന്തിനാണ് ഒമർ അവരുടേതായിട്ടുള്ള വേർഷനും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതിലപ്പുറത്തേക്ക് സ്ത്രീകൾ യുവനടിമാരായിട്ടുള്ള എല്ലാവരും അതൊരുമാതിരി ആളുകളെ കളിയാക്കിക്കൊണ്ടാണ് ആ സാധനം പറഞ്ഞേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇയാൾ അവിടെ സ്ഥാപിക്കുകയാണ് യുവനടിമാരായിട്ടുള്ള എല്ലാവരും എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകളെ മുഴുവൻ പറഞ്ഞു എന്ന് അയാൾ സ്ഥാപിക്കുകയാണ്. അവിടെ നിന്ന് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അഖിലിൻ്റെ ഒരു കോട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അത് നമുക്കെതിരെ അടിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് സൈബർ ഇടത്ത് നമ്മൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അഖിലിൻ്റെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ ഇല്ലേ ഇതൊന്നുള്ളൊരു പ്രശ്നമല്ല. കാരണം നമ്മളിത് പ്രശ്നമാക്കേണ്ടതില്ല. പക്ഷെ ബിഗ് ബോസിനുള്ളിൽ ഇങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ടെന്ന് അഖിലിന് പറയണമെന്ന് തോന്നി, മറ്റുള്ളവരെ അവെയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കരുതി കൂടെ ചെയ്യാം.
ഇല്ല, ഒന്ന് കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട ഒരു കോമൺ സാധനമായാണ് ഇപ്പം അഖിൽ ഉന്നയിച്ചിരുന്നെങ്കിൽ, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ആ അഖിലിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുത്തൊരു ക്ലാപ്പ് കൊടുത്തനായിരുന്നു. പക്ഷേ ഇവിടെ അഖിൽ സംസാരിക്കുന്നതിൽ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ എന്നുള്ള ഒരു കോട്ടിംഗ് ആണ് വിഷയം എന്ന് പറയുന്നത്. അതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നതിനകത്ത് പ്രസക്തിയില്ല. കാരണം അങ്ങനെ നടന്നിട്ടില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം സ്ത്രീകൾ വെളിയിൽ വരും, ഏതെങ്കിലും രീതിയിൽ കൂടെ അത് വരും. അത് അഖിലിൻ്റെ അടുത്ത് മാത്രം വരുന്ന സ്ത്രീകളായിരുന്നു എനിക്കറിയത്തില്ല. കാരണം ഇത്രയും സീസണുകൾ ഇവിടെ നടന്ന് ഇപ്പം എൻ്റെ അടുത്തും ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പോസ്റ്റ് ഇട്ട കാര്യത്തെപ്പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം എനിക്കെതിരെ ഒരു മോശമായിട്ടുള്ള പരാമർശം നടത്തിയ ഒരാൾക്കെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടതാണ്. അതിനകത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അയ്യോ ചേച്ചി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അത് എനിക്ക് ദേഷ്യം കൊണ്ട് പറഞ്ഞതാ, അതിങ്ങനെയാണ് അങ്ങനെയാണ്. ഒരു കൃത്യമായ ഒരു സാധനം ഇല്ലാതെ എനിക്ക് അവസാനം ആ പോസ്റ്റിനെ പിൻവലിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്, എനിക്കത് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിലനിൽക്കെ ഈ സാധനത്തിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കൊക്കെ ബാധിക്കുന്നു ചേട്ടാ. ഇവിടെ മറ്റുള്ളവർക്ക് ബാധിക്കുന്നിടത്തല്ലേ വിഷയമുള്ളത്, അതാണ് പ്രശ്നം. അതുകൊണ്ടിട്ട് അഖില അങ്ങനെ ഒരു സാധനം ഇപ്പം കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടോ ഇവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് എങ്കിൽ അതിനെ കോട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് വന്ന സ്ത്രീകൾക്കൊക്കെ ആത്മാഭിമാനത്തിന് പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്ന സമയത്ത് അതിന് കുറച്ചുകൂടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ആ ക്ലിയർ ആക്കിയതിലാണ് ഇപ്പോൾ ദിയയ്ക്ക് ബുദ്ധിമുട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്രയും കുഴപ്പമില്ലായിരുന്നു എന്നാണോ ദിയ പറയണം? അല്ല, ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ പറയുമ്പോൾ പറയും എന്നാൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പേര് പറയണം എന്ന രീതിയിൽ പറയും. അങ്ങനല്ല പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഇപ്പം വിക്ടിമായിട്ടുള്ള ആളുകളുടെ പേര് പറയണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അഖിലൊരു കണ്ണടച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കുകയാണ്. അഖിൽ കുറേ വിഷയങ്ങൾ പറഞ്ഞു, അതിനകത്തൊരു ചെറിയ വിഷയമായിട്ട് അല്ല അത് വന്നിരിക്കുന്നത്. അഖിൽ പറയുന്നത് വെച്ചാൽ ഞാൻ എത്രയോ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇത് മാത്രം എന്തിനാണ് എടുത്തു പിടിച്ചിരിക്കുന്നതെന്ന്, അതൊരു വലിയ വിഷയമാണ്. ഞാൻ വേറെ ഒന്നും അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് എന്തോരം കാര്യങ്ങൾ എനിക്കറിയുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല, ഞാൻ അഖിലിൻ്റെ അടുത്ത് അതെന്തിനു പറഞ്ഞെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എനിക്ക് ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ചുറ്റിലുള്ള മറ്റു മനുഷ്യരെ ബാധിക്കപ്പെട്ട വിഷയത്തെ മാത്രമാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തരാതെ കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ മറ്റ് യുവനടിമാർ അല്ലെങ്കിൽ മറ്റ് കേസുകളായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നത് അതൊക്കെ കേസാണ്. അതൊക്കെ നിലവിൽ രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് കോടതിയിൽ കിടക്കുന്ന കേസാണ്. ഇതല്ല. ഇത് അഖിൽ മാരാറിൻ്റെ വെറും പൊള്ളയായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അഖിൽ മാരാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുറേ സ്ത്രീകളെ ബാധിച്ചു. അത് അതിൻ്റെ വഴിക്ക് ക്ലിയറായി വരട്ടെ. ജാസ്മിൻ്റെ കേസിൽ ഇപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. ജാസ്മിൻ്റെ പക്ഷേ പ്രായം പരിഗണിക്കുമ്പോൾ ഒരു 23 വയസ്സേ ഉള്ളൂ. ഞാനത് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജാസ്മിൻ അതിനകത്ത് കാണിക്കുന്ന പക്വതക്കുറവ് ആൾക്കാർ അങ്ങനെ തന്നെ വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ചും ആൾക്കാർക്ക് പല രീതിയിൽ എടുക്കാം. പ്രേക്ഷകർ പല രീതിയിൽ ഒരു കണ്ടസ്റ്റന്റിനെ നോക്കിക്കാണാം. പക്ഷെ നമ്മൾ വക്കാലത്ത് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇപ്പോൾ ദിയയ്ക്ക് പോലും അത്തരത്തിലുള്ള വിഷയം വരുന്നത്. പക്ഷെ അങ്ങനെ പോവാതെ ഒരു അനാലിസിസ് നടത്തിയാൽ, ഇപ്പോൾ ജാസ്മിൻ ഒരു ഫൈനൽ 5ലേക്ക് എത്തുന്ന കണ്ടസ്റ്റന്റ് ആണ്, അങ്ങനെയാണ് ദിയെ മനസ്സിലാക്കുന്നത്. ബാക്കി ആരൊക്കെയാണെന്നുള്ളത് ദിയയ്ക്ക് പറയാം. പക്ഷെ ജാസ്മിൻ എത്രത്തോളം കേപ്പബിൾ ആണ്, അതിലപ്പുറത്തേക്കൊന്നുണ്ട്, എങ്ങനെയാണ് അങ്ങനെ നോക്കിക്കാണാൻ, ഇപ്പോൾ കുറച്ചുകൂടെ അടുത്ത് നിന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്, എങ്ങനെയാണ് അത്തരം ഒരു ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത്? അതായത് ഇതുവരെയും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ബിഗ് ബോസ് നടക്കുമ്പോൾ വെളിയിലും പലതരത്തിലുള്ള ചർച്ചകളും ആളുകളുടെ സ്വീകാര്യതയില്ലായ്മയും ഒക്കെ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടും. ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെയും കൂടെ വരുമാന മാർഗമായിട്ടാണ് ഇപ്പോൾ യൂട്യൂബേഴ്സായിട്ടുള്ള ആളുകളും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളും എടുത്തിരിക്കുന്നതൊക്കെ. ആ ഇടത്ത് ബിഗ് ബോസിൻ്റെ TRP എങ്ങനെയാണോ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് ഹൈജീൻ ഉൾപ്പെടെയുള്ളത് ചർച്ചയാക്കിക്കൊണ്ട് TRP കയറ്റിയിട്ടുള്ളത്, അതേപോലെ തന്നെ വിമർശനത്തിലൂടെ ചർച്ചയാക്കപ്പെട്ട് ഓരോരുത്തരുടെയും അന്നത്തിന് വകുപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് വെളിയിൽ. ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഞാൻ ഈ വിമർശിക്കുന്ന യൂട്യൂബേഴ്സിനെ മെയിനായിട്ട് എടുത്ത് പറയണം. വിമർശിക്കുന്നവരെന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിലൊക്കെയാണ് തരം താഴ്ത്തി അത്രമാത്രം. അപ്പം അപ്പോഴിരുന്നുകൊണ്ട് ചോദിക്കും ജാസ്മിൻ ചെയ്യുന്നതൊന്നും. ജാസ്മിൻ ചെയ്യുന്നതിൽ നിന്ന് 10 മടങ്ങാണ് വിമർശിക്കുന്നവരുടെ വാക്കുകളും പ്രവൃത്തികളും വൃത്തികെട്ട രീതികളും നമ്മളിവിടെ സൈബർ എടുത്ത് കണ്ടു തുടങ്ങുന്നത്.
ഇവരൊക്കെ ഇവളെ വിറ്റാ തിന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം എല്ലാവർക്കും അന്നം കൊടുത്തവള് വിന്നറാവണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിട്ട് വന്നേക്കുന്നത്. എനിക്ക് ടോപ്പ് 5 അല്ല, ജാസ്മിൻ വിന്നറാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എനിക്ക് തോന്നണില്ല അത് എത്രത്തോളം ആളുകൾ ഇതാക്കുമെന്നുള്ളത്. പക്ഷേ ഒരിക്കലും ഞാനൊരു സീസൺ 6 ഒരു എന്താ പറയുക, സീസൺ 6 ഒരു ഐക്കൺഷിപ്പിൽ ഒരു വിന്നർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ആൾക്കാരാരുമില്ല. ഏറ്റവും കൂടുതൽ കുറേ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അർജുനെ ജസ്റ്റ് ഒന്ന് പറയും, അതല്ലാതെ വേറെ ആരുമില്ല. പിന്നെ ഉള്ളത് കോണ്ടന്റിന്റെ ബേസിലാണ്. അതുകൊണ്ടാണ് ഈ ജിൻഡോ, ജാസ്മിൻ എന്നുള്ള പേര് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാണ് കോണ്ടന്റ് മേക്ക് ചെയ്ത ആളുകൾ, കണ്ടന്റ് കൊടുത്തവർ, വെളിയിൽ ആളുകൾക്ക് ഔട്ട്പുട്ട് കൊടുത്ത് ആളുകളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ച് വിഷയങ്ങൾ ഉണ്ടാക്കി ആ ഹൗസിനുള്ളിൽ ഓരോ കണ്ടസ്റ്റൻറ്റും, ഈച്ച് ആൻഡ് എവ്രി വൺ കണ്ടസ്റ്റൻറ്റ് ഒപ്പോസ് ചെയ്ത് കളിച്ച ഒരേ ഒരു ഗെയിമറേ ഉള്ളൂ, അത് ജാസ്മിൻ. 2 ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യം ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു ജാസ്മിൻ, അത് കഴിഞ്ഞൊരു ഘട്ടം വരുന്നത് എന്താ വെച്ചാൽ ഗബ്രി അവിടെ നിൽക്കുക തന്നെയാണ് വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നത്. പൂജ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് ഇവരൊരു 3-4 പേര്, സിബിൻ, എല്ലാവരും, സായി വരുന്നു. ഇവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ജാസ്മിനെയാണെന്ന് മനസ്സിലാവുന്നു. എന്നിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. പിന്നെയാണ് ഈ 3ാമത്തെ ഘട്ടം വരുന്നത്. 3ാമത്തെ ഘട്ടത്തെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ ഘട്ടങ്ങളിലൊക്കെയുള്ള ജാസ്മിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? തുടക്ക സമയങ്ങളിലൊക്കെ ജാസ്മിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രകടനം അല്ലായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ അത് ഗ്രൂപ്പായിട്ടുള്ള പ്രകടനമായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം, ഞാൻ ആ ഹൗസിനുള്ളിൽ നിന്നൊരാളാണ്. ഞങ്ങൾക്ക് ആകെ ആ 4 മതിലുകളും ഒരു വീടും അതിനകത്തെ കുറേ ആക്ടിവിറ്റികളും അവർ തരുന്നതിനനുസരിച്ചുള്ള ഗെയിമും, നമുക്ക് വെളിയിലത്തെ ഒരു കാര്യങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ സീസൺ നടക്കുന്ന സമയത്ത് പ്രളയം നടക്കുന്ന ഒരു സമയമായിരുന്നേ. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, ദിയ ഇവിടെ പുറത്ത് ഇങ്ങനൊരു കാര്യമുണ്ട്, അപ്പോൾ ദിയ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നല്ലേ. കാരണം എൻ്റെ ആക്ടിവിസവുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളി എന്നെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുറത്ത് ഭയങ്കര പ്രശ്നമാണെന്ന്. അപ്പോൾ ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള ഒരു ചെറിയ ക്ലൂ തന്നപ്പോഴേ ഞാൻ അവിടെ ഭയങ്കരമായിട്ട് പേടിച്ച് ഭയന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴാണ് വെളിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നെന്നുള്ളൊരു സാധനം നമ്മൾ അറിയുന്നത്. അതുവരെ നമ്മൾ ആ വീടിനുള്ളിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടെ ചിന്തയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ട്രസ്റ്റ് വർത്തായിട്ടുള്ള ഒരു മനുഷ്യനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ, രജനി ചേട്ടൻ, നമ്മൾ ഇത്രയും പേര് അവിടെ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി വന്നവരാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് നിമിഷം എന്നെ അടിക്കും, ഞാൻ ഏത് നിമിഷം നിങ്ങളടിക്കും, ഇന്ന് മാത്രം ചിന്തയിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ട് ശത്രുക്കളെ പോലെയാണ് ശരിക്കും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അടിക്കും, അവരെന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ. ആ ഇടത്ത് നമുക്കൊരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സാധനമാണ്. അത് പല പല മിക്സ് ഇമോഷൻസിൽ വരും ആ സാധനം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കന്ന് ഉണ്ടായിരുന്നത് അർച്ചനയായിരുന്നു. അപ്പം ഷീ ഈസ് വെരി ക്ലോസ് ടു മീ. എനിക്കിപ്പം ഒരേ ബെഡിലാണ് നമ്മൾ കിടന്നിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് എനിക്ക് ദീപനാണ്. നമ്മൾ 3 പേരും ഒരുമിച്ച് അങ്ങനെ ഓരോരുത്തരായിട്ട് കണക്ട് ചെയ്ത് ശ്രീനി വളരെ അടുത്ത സുഹൃത്തായിരുന്നു ആദ്യം. അതിനുശേഷമാണ് ശ്രീനി പേളി ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഒറ്റയ്ക്ക് മാറുന്നത്. അപ്പോൾ എൻ്റെ നല്ല നല്ല ബന്ധങ്ങളൊന്നും എനിക്ക് അവിടെ ഇല്ലാതെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും എനിക്ക് കിട്ടാതെ, എനിക്ക് ആകെ കിട്ടുന്നത് പിന്നെ അർച്ചുവിനെ എനിക്ക് പുറത്തെ അറിയാം, അർച്ചു ആണ് ഉണ്ടായിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദീപം പോകുന്നു, പിന്നെ അർച്ചു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു മനുഷ്യനെ ട്രസ്റ്റായിട്ട് വെക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അത് ആ ഹൗസിനുള്ളിൽ പോകുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ദിയയുടെ കാര്യത്തിൽ പക്ഷേ പതിയാണ് ഉണ്ടായത്, ജാസ്മിൻ്റെ കാര്യത്തിൽ പെട്ടെന്നുണ്ടായെന്നുള്ളതാണ്. അതെ അതെ. പിന്നെ ജാസ്മിൻ തന്നെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എൻ്റെ സ്വഭാവത്തിൽ എനിക്കൊരാളുണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. പക്ഷെ ലാസ്റ്റ് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ മിറർ ടാസ്ക് കൊടുത്തിട്ട് അതിൽ സ്വമേധയെ സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര വിഷമിച്ചു പോയ ഒരു സീക്വൻസ് ആയിരുന്നു. അതിൽ അത് കുട്ടി പറയുന്നുണ്ട്, ഒന്നുകിൽ നീ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും, ഇപ്പം കണ്ടില്ലേ പഴയ ചിന്നുവേ അല്ല, ചിന്നു ഒറ്റയ്ക്ക് ആയി, ചിന്നു ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പഠിച്ചു, ആരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളായിരുന്നു, ഇപ്പം എന്താ കണ്ടില്ലേ ആരുമില്ല, ഇതാ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ കുട്ടി കോൺഫിഡൻസിൽ പറയാണ്, ആ കുട്ടി ഒറ്റയ്ക്കാണ്, ഇപ്പം ഞാനത് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ അംഗീകരിക്കൂല. കാരണം ഈ കുട്ടി അത് ചെയ്തിരുന്നത് കൊണ്ട്, ഈ കുട്ടിയുടെ ഭാഗത്ത് തെറ്റുകൾ എന്നുള്ള രീതിയിലാണല്ലോ ഇവിടുത്തെ സദാചാരം പലതും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത ആക്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഗബ്രി ജാസ്മിൻ കോംബോയിൽ എനിക്കിഷ്ടമില്ലാത്ത ആക്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ
ഗബ്രി അടിപൊളി ഒരു പ്ലെയറാന്ന് പറയും, ജാസ്മിനും അടിപൊളി ഒരു പ്ലെയറാന്ന് പറയും. പക്ഷേ ഇവർ രണ്ടുപേരും അത്രയും വലിയ നല്ല പ്ലേയേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടാണ് ഒന്നും കളിക്കാത്ത ആളുകൾക്കൊപ്പം കളിച്ചതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ജാസ്മിൻ്റെ ഗ്രാഫ് പറഞ്ഞ സമയത്ത് ജാസ്മിൻ കൂട്ടമായി വന്ന് ഒറ്റപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹൗസിനുള്ളിൽ ഒറ്റയ്ക്ക് നിന്നേ കളിക്കാൻ പാടുള്ളൂ എന്നില്ല രജനീഷ് ചേട്ടാ. ഇവിടുത്തെ തെറ്റിദ്ധാരണയാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഗ്രൂപ്പായിട്ടോ ഏത് ലെവലിലോ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ലാസ്റ്റ് വരെ സർവൈവ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഗെയിം എന്ന് പറയുന്നത്. അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ട്രാറ്റജി ഉണ്ട്. ഈ പറഞ്ഞ സീസൺ 2 രജിത് കുമാർ കളിച്ചതുപോലെ, ജിൻഡോ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ. പക്ഷേ ജിൻഡോയ്ക്കൊന്നും അത്രയ്ക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുകയും സപ്പോർട്ടിങ് കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ആളുകൾ കുറേ പറയുന്നുണ്ട് കോംബോ അടിച്ചല്ലേ വന്നത്, കോംബോ അടിച്ചല്ലേ. സീസൺ 1 പേളി ശ്രീനിഷിൻ്റെ ഗെയിം എന്തായിരുന്നു? അസാധ്യമായിട്ട് ആളുകൾ അതിനെ ക്ലാപ്പ് ചെയ്ത് സ്വീകരിച്ചു. അപ്പോൾ അതും ഇതിനെ കമ്പയർ ചെയ്യരുതെന്ന് പറയും. അതും ഇതിനെ കമ്പയർ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. കോംബോ എന്ന് പറയുന്ന പാറ്റേൺ തന്നെയാണ് പിടിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇടയ്ക്കൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പുറത്ത് ഒരാളെ വിവാഹ നിശ്ചയം ചെയ്തതിന് ശേഷം പോകുന്ന ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അഫെക്ഷൻ വരുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതിൽ ഒരു ക്ലാരിറ്റി വരുന്നില്ല. രണ്ടുപേർക്കും ഇഷ്ടമാണ്, പക്ഷേ പരസ്പരം അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഗബ്രി അത് അംഗീകരിക്കുന്നുമില്ല, ജാസ്മിൻ അത് പോവില്ല എന്ന്. പക്ഷേ ഇവരുടെ രീതികളിൽ ആൾക്കാർക്ക് ഇഷ്ടമില്ലായ്മ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് പുറത്ത് ഒരു പരുവപ്പെടൽ വരുന്നത്. പിന്നെ അകത്തുനിന്ന് തന്നെ എല്ലാവരും അത് ആരോപിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു റിലേഷനെ അങ്ങനെ കാണേണ്ടി വന്നത്. കാരണം ഇങ്ങനെ പുറത്തൊരാൾ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ വീട്ടിനകത്തേക്ക് അച്ഛനും അമ്മയും വന്നപ്പോൾ തന്നെ ആ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോവുക, ഗബ്രിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക, മാല വാങ്ങിച്ചുകൊണ്ട് പോവുക, അങ്ങനെ കാണുന്ന സമയത്ത് അവരത് ആഗ്രഹിക്കുന്നില്ല, പുറത്തുള്ളവരും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അകത്ത് അങ്ങനെ ഒരു രീതിയിലേക്ക് ജാസ്മിൻ വന്നു. ഇതിനെ ഞാനൊരു തരത്തിൽ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ ദിയ ഈ പറയുന്ന റിലേഷനെ കുറിച്ച് പറയുമ്പോൾ പേളി ശ്രീനി പറയുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അവർക്ക് പുറത്താരും കാത്തിരിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് പറയാൻ പറ്റത്തില്ല. കാരണം അതിനിപ്പോൾ അവർ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടിട്ട് ഞാൻ അവരുടെ അല്ലെങ്കിൽ നമുക്കത് അറിഞ്ഞൂടായിരുന്നു. ഇല്ല, അറിഞ്ഞൂടായിരുന്നു. അതാണ് വസ്തുത. കാരണം അവർ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അതുകൊണ്ടിട്ട് എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ ശ്രീനിയും പിണങ്ങാൻ തന്നെ വേറൊരു റീസണൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് 24/7 ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതൊക്കെ കാണാത്തത്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കില്ല. കാരണം അടിപൊളിയായിട്ടൊരു പോകുന്നൊരു ഫാമിലിയാണ്. ഞാൻ അതിനകത്ത് അങ്ങനെ വലിച്ചിടുന്നില്ല. ഞാൻ കോംബോ എന്ന് പറഞ്ഞപ്പോഴാണ് കോംബോയിലും ഗെയിം കൊണ്ടുപോയി ഫൈനൽ വരെ എത്താം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. മറ്റത് ഞാൻ പറഞ്ഞില്ലേ, സിറ്റുവേഷൻഷിപ്പ്, അവിടെ ഒരാളെ കിട്ടാൻ ഭയങ്കര പ്രയാസം. അവിടെ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു ഗബ്രി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് അവർക്ക് ഇൻഫാക്ച്വേഷൻ തോന്നി, ഗബ്രിക്കും അതേ സെയിം സാധനം തോന്നി. അപ്പോൾ ഇവർ മാത്രമായിട്ടുള്ള മൊമെൻറ്റ്സുകളാണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഇമോഷൻസുകൾ അവിടെ വർക്ക് ചെയ്തു. അവിടെ പുറത്തുള്ള ആളിനെ മറന്നു. കൃത്യമായി പറയാം, അവിടെ ചതിച്ചു എന്ന് പറഞ്ഞാലും അതിനെ ഞാൻ മനസ്സിലാക്കും. കാരണം അവിടെ ചതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ പുറത്തുള്ള അവളുടെ പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന ആളിനെ അവൾ ചീറ്റ് ചെയ്തു എന്നത് തന്നെയാണ് ഞാൻ ജാസ്മിനെതിരെ ഉന്നയിച്ച ആ ഒരു വിഷയത്തിൽ ജാസ്മിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പം എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ജാസ്മിൻ ഉൾപ്പെടുന്ന പേഴ്സണൽ ചാറ്റ് പബ്ലിഷ് ചെയ്ത ഒരാളാണ് പുറത്ത് നിൽക്കുന്ന ജാസ്മിൻ്റെ ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്ന് പറയുന്നത്. അത് നിയമപരമായിട്ട് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അയാൾക്ക് സമാധാനമായിട്ടുണ്ടെങ്കിലോ, അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ചെയ്തു, അനുഭവിച്ചു, അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഞാനത് നേരിട്ട് കണ്ടതാണ്. അയാളുടെ ബുദ്ധിമുട്ടുകൾ അയാൾക്ക് മാനസികമായിട്ടായാലും അയാളുടെ വർക്ക് റിലേറ്റ് ചെയ്തിട്ടായാലും അയാൾ പുറത്തിറങ്ങുന്ന കാര്യത്തിലായാലും അയാളുടെ ആത്മാഭിമാനത്തിനൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചിച്ച് വെച്ചു എന്നുള്ള ഒരു ബേസിസിൻ്റെ പേരിൽ ഈ കുട്ടി അനുഭവിക്കേണ്ടി വന്നത്. കാരണം പ്രത്യേകിച്ച് ജാസ്മിൻ തന്നെയാണ് ഇയാളുടെ പേര് അതിൻ്റെ ഉള്ളിൽ പരാമർശിച്ചതും അവിടെ നിന്ന് ഇയാളെ ഇട്ട് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അവിടെ അയാൾ ഒരുപാട് ഫേസ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ അയാൾ ജാസ്മിനുമായിട്ടുള്ള പേഴ്സണൽ സാധനം പ്രൈവസിയിൽ നമ്മളെടുത്ത് ആരുടെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷെ പബ്ലിക്കിൽ ഷെയർ ചെയ്തപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഇയാൾ ഇങ്ങനെ എന്നൊരു സാധനം എനിക്ക് വന്നു. അപ്പം അവൾ അവിടെ കാണിച്ച വൃത്തികേടിൻ്റെ അത്രയുമില്ല ഇത് എന്ന് ഇവിടെ പറയുന്നുണ്ട് പലരും, ഇയാൾ കാണിച്ച ചാറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നിയമപരമായിട്ട് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിയമപരമായിട്ട് പോലും
തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ഒരു പ്രൈവസിയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സുകളാണ്. അയാൾക്കൊരു പ്രശ്നമുണ്ടായെങ്കിൽ അയാളെ ചീറ്റ് ചെയ്തു എന്നുള്ള പേരിൽ അയാൾക്ക് കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യാമായിരുന്നു. അയാളുടെ അവസ്ഥ ഇത്തരത്തിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞ് അയാൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ അയാൾ ഇത് ചെയ്യുമ്പോൾ ജാസ്മിനോട് കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ തോന്നത്തുള്ളൂ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോഴത്തേക്കും. എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ എക്സിന് ഉണ്ടായിരുന്ന ഇമോഷൻസിന് വാല്യൂ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് വാല്യൂ തന്നെയാണ്. പക്ഷെ അയാൾ ഇത് ചെയ്യുമ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അയാൾക്ക് സമാധാനമായോ, ഇപ്പം റിലാക്സ് ആയോ, ഇതുകൊണ്ട് അയാൾക്ക്. അപ്പം ജാസ്മിൻ്റെ വാപ്പായും പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അടുത്ത്. വാപ്പ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് അയാൾക്ക് സമാധാനമാവണമെങ്കിൽ സമാധാനമാവട്ടെ മക്കളെ, അപ്പം ഇനി നമ്മൾ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ട എന്നുള്ളത്. അപ്പം ഈ എയർപോർട്ടിലെ വിഷയങ്ങളും മറ്റൊക്കെ എൻ്റെ അടുത്ത് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ. പുള്ളി വന്നിട്ടുണ്ടായിരുന്നു, വളരെ നല്ല രീതിയിലായിരുന്നു അവിടെ ഇതാക്കിയൊക്കെ ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണ് പോസ്റ്റിൽ അയാൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് കാണുന്ന കാര്യങ്ങൾ, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എയർപോർട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണോ അല്ല, അവിടെ വന്നതിന് ശേഷം, ഞാനും അവിടെ വന്നതിന് ശേഷമാണ് ആള് വരുന്നത്. അല്ല, തിരുവനന്തപുരത്ത് വരുന്നത് ആള്. അല്ലാതെ കൊണ്ടാക്കാൻ പുള്ളിയല്ല വന്നത്, ആള് വരുമായിരുന്നു കാണാൻ വേണ്ടി. ഞാൻ കാണാൻ ചെന്നതുപോലെ ആള് കാണാൻ വേണ്ടി വരുമായിരുന്നു. തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്നെയും കൂടെ ആ ആളാണ് തിരിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. അപ്പം അതുകൊണ്ടിട്ട് എനിക്കത് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം വന്നിരുന്നു എന്ന്, അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നു എന്നൊക്കെ. അപ്പം അത് ആ പുള്ളിയുടെ ഇല്ലായ്മയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വാപ്പാനോട് പറയാമായിരുന്നു, എനിക്ക് താല്പര്യമില്ല, എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ ഇറങ്ങി വന്നതിന് ശേഷം സംസാരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരുടെയൊക്കെയോ അജണ്ടയുടെ ഭാഗമായിട്ട് അത് കൃത്യമായിട്ട് എനിക്ക് പറയണം. കാരണം അത് പലരുടെയും ഇൻഫ്ലുവൻസിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ലൈവ് വന്നതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം റീസൺ ലാസ്റ്റ് ടൈമിൽ ജിൻറ്റോയുമായിട്ടുള്ള സംസാരത്തിൽ ആ വിഷയം എടുത്തിട്ടു എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ അതിനെക്കാട്ടിലും വലിയ കോൺട്രവേഴ്സികൾ ഉള്ളിലുണ്ടായിരുന്നു. ഗബ്രി ജാസ്മിൻ കോംബോ നിന്നിരുന്ന സമയം, ആ സമയത്ത് വരാത്തത് എന്തുകൊണ്ടാണ് ഈ ഫൈനൽ സമയം ആവാറായപ്പോൾ വന്നതെന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. അതിനിടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയതാ, ദിയയ്ക്ക് ഈ ജാസ്മിൻ്റെ കുടുംബവുമായിട്ട് അറിയാമല്ലോ. അതെ, ജാസ്മിൻ പോയതിന് ശേഷമാണ് എനിക്ക് അറിയുന്നത്. അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ഇപ്പോൾ? അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ഫേസ് ചെയ്തിരിക്കുകയാണ്. അവരുടെ മകള് കാരണം ആണ് ഫേസ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊപ്പം നിന്നവർ അവരെ ചതിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ കൂടെ അവരുടെ മോളെ സഹായിക്കാം എന്ന രീതിയിൽ നിന്ന മനുഷ്യർ, ഈ പറഞ്ഞ എക്സ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഒരു ഇത്രയും ഇതിനകത്ത് ഇങ്ങനത്തെ കോൺട്രവേഴ്സികളൊക്കെ നടന്നത് കൊണ്ട് തന്നെ പലരും അവരെ ചതിച്ചത് അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അവർക്ക് അത് ആലോചിക്കുമ്പോൾ മാത്രമാണ് വിഷമം. പല യൂട്യൂബേഴ്സും ആളുകളും അവരെ പറ്റിയിട്ട് പല തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുമ്പോഴും അതൊന്നും അവർ ഫോക്കസിങ് അല്ല. അവരെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ അവരെ ചതിച്ചത് മാത്രമാണ് അവരുടെ പ്രശ്നം. മാത്രമല്ല അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അവർ സർവൈവ് ചെയ്ത് വരുന്നുണ്ട്. ജാസ്മിനെ പോലെ തന്നെ വാപ്പായൊക്കെ ഭയങ്കര ഉഷാറായിട്ടൊക്കെ വരുന്നുണ്ട്, ഉമ്മ ആയാലും ഒരു ബ്രദറുണ്ട്. അപ്പം അവർക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ടൊക്കെ മാക്സിമം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പോലെ കൊടുക്കുന്നു. ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ നമ്മളെ സർക്കിളിൽ നിന്ന് അവരായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അപ്പം ആളുകൾക്ക് കാണാൻ ഞാനാണുള്ളത് നിലവിൽ, പക്ഷെ ഒരുപാട് ആളുകൾ അവരോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം അവരൊന്ന് സർവൈവ് ചെയ്ത് കയറി വരുന്നുണ്ട്. അവർക്ക് പലതും മനസ്സിലായതുകൊണ്ട് തന്നെ അവരുടെ മകളും ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതും കൂടെ അവർക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയെടുത്ത് അവർക്ക് കൂടുതൽ അവളോട് ആത്മാർത്ഥതയും സ്നേഹവുമാണ്. എന്തായാലും ഉറപ്പായിട്ടും പുറത്ത് വരുമ്പോഴത്തേക്കും അവളുടെ ഫാമിലി ആരില്ലെങ്കിലും അവൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്.